ഇന്ത്യയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് അയർലൻഡിലോട്ട് വരുന്ന സ്റ്റുഡൻസിന് ജോബ് കിട്ടാനുള്ള ടൈം ഫ്രെയിം എത്രയാണ്? ഈവൻ ബിഫോർ ലൈക്ക് 21-22 ടൈം കഴിഞ്ഞപ്പോൾ പോലും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആക്ച്വലി. ലൈക്ക് ഭയങ്കര അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം, വോളറ്റൈൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് എ ജോബ് ഓർ വോണ്ട് ഗെറ്റ് എ ജോബ്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അയർലൻഡിൽ ഹയസ്റ്റ് ഡിമാൻഡ്സ് ഉള്ള എഞ്ചിനീയറിംഗ് ജോബ്സ് എന്തൊക്കെയാണ്? അയർലൻഡിൽ എഞ്ചിനീയറിംഗ് ജോബ്സ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഹേർഡിൽസ് എന്തൊക്കെയാണ്? അത് ശരിക്കും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്, ഞാൻ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, Hi, it's me, Alina Ann from Framex Studios, joining with you on F Talks Irish Life 101. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത് അയർലൻഡിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് കുറേ സ്ട്രഗിൾ ചെയ്ത് കറൻ്റ്ലി ഒരു ടോപ്പ് MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൻഡ് ആ ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുകയും ആൻഡ് ഓൾസോ അയർലൻഡിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ആൻഡ് അയർലൻഡിലോട്ട് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനും ഒരു മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷണൽ സ്റ്റോറി ഷെയർ ചെയ്ത ഹരിശങ്കർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഹരിശങ്കർ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു ഗൈസ്. ലൈക്ക് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അയർലൻഡിൽ എഞ്ചിനീയറിംഗ് ജോബ് മാർക്കറ്റ് ഈസി ആണോ ഓർ ഈസ് ദാറ്റ് എ മിത്ത്? വാട്ട് യു തിങ്ക്? ആക്ച്വലി ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ലൈക്ക് ലിറ്ററലി ഞാൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി IT സെക്ടർ ഓർ IT ഡൊമെയിൻ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് മാത്രം ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ഒരു ജനറൽ ആസ്പെക്റ്റിലെല്ലാവരും പറയുകയാണെങ്കിൽ അയർലൻഡിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റൻഡ് ആണ്, ഭയങ്കര വൺ ഓഫ് ദ ടഫസ്റ്റ് മാർക്കറ്റാണ്. ദ തിങ് ഈസ്, ഒരു പെർട്ടിക്കുലർ ടൈം വരെ അയർലൻഡിൻ്റെ മാർക്കറ്റ് കൈൻഡ് ഓഫ് ഓക്കെ ആയിട്ട് പോയിരുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരു 2021-22 വരെ അയർലൻഡ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ദ തിങ് ഈസ്, ഇവിടെ അയർലൻഡിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കോർപ്പറേറ്റ് ടാക്സ് എല്ലാം കുറച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇൻഫ്ലോ ഓഫ് ലോട്ട്സ് ഓഫ് ടെക് കമ്പനീസും കാര്യങ്ങളും വന്നു. അപ്പോൾ ഇവിടെ ഹൈലി ഡിമാൻഡ് ഓഫ് ലൈക്ക് ഇങ്ങനെ ടെക്നിക്കൽ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിനെ അത്യാവശ്യം ഇവിടെ വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ആൾക്കാരിനെ വേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഹയറിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പുറത്തുനിന്നാണെങ്കിൽ ഹയറിങ് ഉണ്ടായിരുന്നു. ഈവൻ ഇവിടെ പഠിച്ച് ജസ്റ്റ് ഇറങ്ങി ഒരു ബാച്ചിലർ സ്റ്റുഡൻസിന് പോലും ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ജോലി കിട്ടുന്നുണ്ടായിരുന്നു. ബട്ട് ദ കറണ്ട് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കാവുന്ന ഉള്ളൂ. ലൈക്ക് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലോ കൂടുമ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡാണ് ബേസിക്കലി. ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ മാർക്കറ്റ് ടൈറ്റ് ആവും കറണ്ട്. അപ്പോൾ ഒരു 23 മേ ബി എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു 23 കഴിഞ്ഞപ്പോഴേക്കും IT സെക്ടർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഡിമാൻഡിങ് ആയിട്ടുള്ള ആ ഒരു സെക്ടർ പോലും ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീറ്റീവാണ്, ഭയങ്കര ടൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ജോബ് കിട്ടുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിനാറിയോയിൽ അത്രയും സ്ട്രഗിൾ ചെയ്യണം. സ്ട്രഗിളിങ് ഇൻ ദ സെൻസ് സ്മാർട്ടായിട്ടുള്ള സ്ട്രഗിളിങ് ആയിക്കോളൂ ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് പറയുകയാണെങ്കിൽ ലൈക്ക് ടോട്ടലി വൺ ഓഫ് ദ ടഫസ്റ്റ് മാർക്കറ്റാണ് ഇപ്പോൾ കറന്റ് അല്ലേ? ഇവിടെ ജോബ് കിട്ടിയ സമയത്ത് എന്തായിരുന്നു ഹരിശങ്കറിന്റെ ഫീൽ? ഓക്കെ, അത് ആക്ച്വലി ലൈക്ക് അതെനിക്ക് ശരിക്കും പറയാനുണ്ട്. ബേസിക്കലി ഞാൻ ആ ഒരു സമയത്ത് പാർട്ട് ടൈമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ലൈക്ക് എനിക്ക് ആ ഒരു ന്യൂസ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഈ ജോബിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് തന്നെ ലൈക്ക് ലിറ്ററലി ഞാൻ ഗ്രാജുവേറ്റ് ആവുന്ന ആ ഒരു സമയത്ത് ലൈക്ക് ഞാൻ ഒത്തിരി ജോബിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. ലൈക്ക് മേ ബി 300-400 എബോവ് ജോബ്സിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ ലോട്ട്സ് ഓഫ് എല്ലാം ഒത്തിരി റിജക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമായിട്ടുള്ളൊരു കേസായിരുന്നില്ല. ബട്ട് ദ തിങ് ഈസ്, എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നത് ലൈക്ക് എൻ്റെ ഒരു ഗ്രാജുവേഷൻ ഡേൻ്റെ അന്നാണ് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോൾ തന്നെ വരുന്നത്. പക്ഷെ ഞാൻ ആ ഒരു കമ്പനിക്ക് ഞാൻ അപ്ലൈ ചെയ്തത് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു. അപ്പോൾ എനിക്ക് ടൈം പീരീഡ് ഇല്ല. ലൈക്ക് 2 weeks ഓഫ് പ്രിപ്പറേഷൻ ടൈം എനിക്ക് തന്നിട്ടുള്ളവർ. ബിക്കോസ്
എനിക്ക് ഇൻ്റർവ്യൂ വരുന്ന 4 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പാർട്ട് ടൈം ചെയ്യുന്ന ഇടയിൽ ഓഫ് കോഴ്സ് പാർട്ട് ടൈം നമുക്ക് വേണം, അവിടെ നെസസിറ്റി ആണ് നമുക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതും കൂടി സ്ട്രഗിൾ ചെയ്തു, ആ ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് പഠിച്ചു. ലൈക്ക് എനിക്ക് പറ്റാവുന്ന ആ ഒരു സമയം ടൈം പീരീഡിനുള്ളിൽ എങ്ങനെയൊക്കെ എനിക്ക് അത് പ്രിപ്പയർ ചെയ്യാം, അത് സ്മാർട്ടായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഉള്ള രീതിയൊക്കെ ഞാൻ നോക്കി. ലൈക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓൺലൈനിൽ നിന്ന് എന്തോരം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒപ്പിക്കാൻ പറ്റും അതെല്ലാം ഒപ്പിച്ചു. അതൊരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നോക്കി. പിന്നെ എൻ്റെ ഫൗണ്ടേഷൻസ് എല്ലാം ഓക്കെ ആക്കി. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ബട്ട് കൈൻഡ് ഓഫ് ടഫായിരുന്നു, കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്ത, ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നത് ഞാൻ മെക്ഡിയിലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ്, ലൈക്ക് ലിറ്ററലി ഞാൻ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ് വരുന്നത്. ഓക്കെ, ദ റിക്രൂട്ടർ വാണ്ട്സ് ടു ടോക്ക് ടു യു, അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് ആക്ച്വലി ഞാൻ പാനിക്കായി. ബേസിക്കലി റിക്രൂട്ടർ വിളിക്കുക എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ചിലവർ എമ്പത്തി എന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് ഓക്കെ യു ഡിഡിൻ ഗെറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ ഉള്ള രീതിയിൽ പറയും. ബിക്കോസ് അതൊരു 4 റൗണ്ട് ഓഫ് സ്ട്രഗിളിങ് റൗണ്ടാണ്. അപ്പോൾ ഇതിലെന്തോ ഒരു സംഭവമാണ് വിളിക്കുന്നത് അവർ, അതെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ സമയത്ത് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഓക്കെ, എനിക്കാണെങ്കിൽ കോൾ എടുക്കാനും പറ്റത്തില്ല, ബിക്കോസ് ഞാൻ കറൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഗ്യാപ്പ് കിട്ടി ഞാൻ മാനേജേഴ്സിൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് എനിക്ക് പിന്നെ വാഷ്റൂമിൽ പോകണം എന്നുള്ള രീതിയിൽ പോയിട്ടാണ് ഞാൻ പെട്ടെന്ന് റിക്രൂട്ടറിനെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ യു ഗോട്ട് ദ ജോബ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കൈൻഡ് ഓഫ് അടിപൊളി ഒരു മൂമെൻ്റ് ആയിരുന്നു. ഞാനിങ്ങനെ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഓക്കെ സാധനം കിട്ടി, ഇത്ര നാളത്തെ ഒരു സ്ട്രഗിളിൽ ഒരു സാധനം കിട്ടി എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ കൈൻഡ് ഓഫ് നൈസ് ഒരു ഫീലായിരുന്നു. അയർലൻഡ് വേഴ്സസ് ഇന്ത്യ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ജോബിൻ്റെ എടുക്കുമ്പോൾ എന്തായിരുന്നു ഒരു ഷോക്കിംഗ് ഡിഫറൻസ് കണ്ടത്? ഓക്കെ, ലൈക്ക് ഓക്കെ ഇപ്പോഴത്തെ കറൻറ്റ് ഇതിൽ ഇപ്പോൾ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബലായിട്ടുള്ളൊരു സംഭവം. ലൈക്ക് ഒരു സ്ഥലത്ത് എഫക്റ്റ് ചെയ്യുമ്പോൾ എല്ലായിടത്തും അത് എഫക്റ്റഡ് ആണ് ആക്ച്വലി. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ ജോബ് മാർക്കറ്റും ടഫസ്റ്റ് ആണ്. ബട്ട് എനിക്കിപ്പോൾ ഇന്ത്യയിലെ ജോബ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ലൈക്ക് ഞാനിപ്പോൾ ജോബ് മാർക്കറ്റ് അനലൈസ് ചെയ്തേക്കുന്നതും കാര്യങ്ങളും ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് അയർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ജോബ് മാർക്കറ്റാണ്. ബട്ട് ദ തിങ് ഈസ് കുറച്ച് ഞാൻ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ലോജിക്കലായിട്ട് ലൈക്ക് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലൈക്ക് ജോബ് മാർക്കറ്റ് ഇൻ ദ സെൻസ് അത്യാവശ്യം ബിഗറാണ്. ലൈക്ക് എൻട്രി ലെവൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ലൈക്ക് ഈവൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അത്യാവശ്യം വലിയൊരു ബ്രോഡ് സെൻസിലോട്ട് ലൈക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതിനനുസരിച്ച് തന്നെ ഭയങ്കര മാസീവ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിനാറിയോ ആണ്. അത്രയും പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട് അല്ലേ, അത്രയും പിള്ളേർ പഠിച്ചിറങ്ങുന്നതുകൊണ്ട് അവിടുത്തെ ഫിൽറ്ററിങ് സിസ്റ്റം കൈൻഡ് ഓഫ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഒരു വലിയൊരു കമ്പനി ആണെങ്കിലും ഒരു MNC കമ്പനി ആണെങ്കിലും കൂടുതൽ എടുക്കുന്നത് ലൈക്ക് ലിറ്ററലി എന്താണ് കോമ്പറ്റീറ്റീവ് എക്സാംസ് ലൈക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാംസ് അല്ലെങ്കിൽ അതുപോലത്തെ കുറേ എക്സാംസ് വെച്ചിട്ട് കുറേയും കൂടി എന്താണ് തിയറിറ്റിക്കൽ നോളജ് വെച്ചിട്ട് ഓക്കെ ഫൈൻ ഈ പിള്ളേർ ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നുള്ള രീതിയിൽ അതൊരു ഫിൽറ്ററിങ് സിസ്റ്റമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോമ്പറ്റീഷനാണ് ഇന്ത്യയിൽ നോക്കുമ്പോൾ. പക്ഷെ അതുപോലെ തന്നെ അവിടെ ഒരു ബിഗ് മാർക്കറ്റ് ഉണ്ട്, എൻട്രി ലെവൽ ജോബ്സിന് കൂടുതലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഒരു ഇൻ്റർവ്യൂ കിട്ടി കഴിഞ്ഞിട്ട് പാസ്സാവുക എന്നുള്ളതും ഭയങ്കര ടഫസ്റ്റ് വണ്ണാണ്. ഇപ്പോൾ അയർലൻഡിൽ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അയർലൻഡിലും ഭയങ്കര ടഫസ്റ്റ് തന്നെയാണ്. പക്ഷേ ദ ഡിഫറൻസ് ഈസ് ഇവിടെ കൂടുതൽ നോക്കുന്നത് ലൈക്ക് തിയറിറ്റിക്കൽ നോളജിനേക്കാളും കൂടുതലും നോക്കുന്നത് ലൈക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്തോരം ഉണ്ട് ലൈക്ക് ഓക്കെ. പിന്നെ ഇവിടുത്തെ നോക്കുമ്പോൾ അയർലൻഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസ് എ സ്മോൾ കൺട്രി അല്ലേ, ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഒരു സ്മോൾ കൺട്രി ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ജോബ് വേക്കൻസീസ് കൈൻഡ് ഓഫ് കുറവാണ് ആക്ച്വലി. അപ്പോൾ ആ രീതിയിലും ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഇവിടെയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മളിവിടെ കോമ്പറ്റീറ്റീവ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ള കുറേ ഒത്തിരി വേറെ കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസായിട്ടും വേറെ ഒത്തിരി ആൾക്കാരായിട്ട് ആണ്. അപ്പോൾ ആ ഒരു സെൻസിൽ അയർലൻഡും ടഫാണ്. പിന്നെ വൺ ഓഫ് ദ തിങ് വേർതിരിപ്പിക്കുക എന്ന് പറയുന്നത് മെയിൻലി അബൌട്ട് ദ വിസ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രൈം ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ ജോബിനും അയർലൻഡിൻ്റെ ജോബിനെല്ലാം വാട്ട് ഈസ് യുവർ വിസ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ചോദ്യം എല്ലാത്തിലും ഉണ്ടാവും. നമ്മളത് നോക്കിയാൽ മതി. ഓക്കെ
ദ തിങ് ഈസ് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല അയർലൻഡിൻ്റെ മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു 22-23 വരെയും കൈൻഡ് ഓഫ് ഓക്കെ ആയിരുന്നു. ഇവിടെ ഒരു പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ ജോബ് കിട്ടാമെന്നുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കറൻ്റ്ലി എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പോലെ അത്യാവശ്യം അവർക്ക് എന്താണ് അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചൂസ് ആവാനായിട്ടുള്ള ചാൻസസ് കുറവായിരുന്നു, ബിക്കോസ് അവർക്ക് ആളിനെ വേണം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ തന്നെ സ്റ്റാംഫോറിലായിട്ടുണ്ടെങ്കിലും സിറ്റിസണിലായിട്ടുണ്ടെങ്കിലും ഉള്ള ടെക്നിക്കൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഈവൻ സ്റ്റാം 1G എന്ന് പറയുന്ന സ്റ്റേ ബാക്ക് പീരീഡിലുള്ള പിള്ളേരെ പോലും കണ്ടിട്ടാണ് ഓക്കെ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഓക്കെ നിങ്ങളുടെ സ്റ്റാം 1G ആണ്, അത് കാരണം ഞങ്ങൾ മൂവ് ഫോർവേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പിള്ളേർ കിട്ടാതെ പോയിട്ടുണ്ട്. ഈവൻ എനിക്ക് പേഴ്സണലി എൻ്റെ ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് ജോബ്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ജോബ് മെജോറിറ്റി കിട്ടാതെ പോകുന്നത് ബേസിക്കലി ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ കറൻ്റ്. ബിക്കോസ് ഈ വിസ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനിക്ക് ബേസിക്കലി ഒരു കമ്പനി നോക്കുമ്പോൾ അവരുടെ ബെനിഫിറ്റ് ആണ് നോക്കുന്നത് അല്ലേ, അതാണ് സംഭവം. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരുടെ ബെനിഫിറ്റ് അവർ നോക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പനിക്ക് ഒരു ആളിനെ സ്പോൺസർ ചെയ്തിട്ട് എടുക്കുക എന്ന് പറയുന്നത് അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അവർക്ക് അത് ഒരു എക്സ്പെൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, കുറേ പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ട് ആ വ്യക്തിൻ്റെ, അങ്ങനെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇങ്ങനെ ചൂസ് ചെയ്യായിട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ഇൻ ദ സെൻസ് ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ അയർലൻഡിൽ ഇത് നോക്കുമ്പോൾ. സോ ബേസിക്കലി രണ്ടും ടഫസ്റ്റ് ആണ്, പക്ഷേ രണ്ടിനും രണ്ട് രീതിയിലായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡിൽ ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി വർക്ക് കൾച്ചറാണ്. ബേസിക്കലി ലൈക്ക് ഇപ്പോൾ 10 to 6 എന്നുള്ളൊരു വർക്കിംഗ് ടൈം ആണെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് വർക്ക് ചെയ്താൽ മതി. നമുക്കിപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വർക്ക് വന്നിട്ടുണ്ടെങ്കിലും എന്ത് വന്നിട്ടുണ്ടെങ്കിലും ലൈക്ക് ലിറ്ററലി നമ്മുടെ മാനേജേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർ അത്രയും റെസ്പെക്റ്റീവായിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഓക്കെ നിൻ്റെ സമയം കഴിഞ്ഞു, നിനക്ക് വർക്ക് നീ തീർത്തിട്ടില്ല, നീ ഇത് ഓവർ ടൈം ചെയ്തിട്ട് ഇത് തീർത്തിട്ടേ വീട്ടിൽ പോകാൻ പാടുള്ളൂ ഒരാളും പറയത്തില്ല ഇവിടെ. ബേസിക്കലി അത് ഇവിടുത്തെ ഒരു റൂൾ ആൻഡ് റെഗുലേഷനാണ്, അത് അവർ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അയർലൻഡ് കൈൻഡ് ഓഫ് ഗുഡാണ്. പിന്നെ ഇവരുടെ സാലറി പാക്കേജ് ഈസ് റിയലി ഗുഡ്. ലൈക്ക് ഇപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം പൊസിഷൻ ഇപ്പോൾ ഇൻ ദ സെൻസ് ഞാനിപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാനും ജനറൽ പേഴ്സ്പെക്റ്റീവിൽ എല്ലാവർക്കും കൊടുക്കാം. അതുപോലെ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടുതലും IT സെക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ബിക്കോസ് ഞാൻ ആ ഒരു ജോബ് മാർക്കറ്റാണ് ഇത്ര നാളായിട്ട് അനലൈസ് ചെയ്തേക്കുന്നത്. ബാക്കിയാണെങ്കിലും കൈൻഡ് ഓഫ് ഡിഫറൻസും കാര്യങ്ങളും വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻറ്റ്യൂഷൻ അബൌട്ട് ദ ജോബ് മാർക്കറ്റ് ഇൻ IT സെക്ടർ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് പറയുന്നതെന്നൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ ഇപ്പോൾ അയർലൻഡിൻ്റെ ഒരു സംഭവം. പിന്നെ സാലറി പാക്കേജ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സെയിം പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കും സെയിം പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന അയർലൻഡിൽ മേ ബി 3/1 അത്രയും പോലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത്രയും ഡിഫറൻസ് ഉണ്ട് സാലറീൻ്റേതായിട്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലും ജോബ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കാര്യങ്ങളിൽ അയർലൻഡ് പക്ക അടിപൊളിയാണ്. കിട്ടുന്ന ആ ഒരു സ്ട്രഗിളാണ്. അയർലൻഡിൽ ഹയസ്റ്റ് ഡിമാൻഡ്സ് ഉള്ള എഞ്ചിനീയറിംഗ് ജോബ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പോൾ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ളത് ഓഫ് കോഴ്സ് ലൈക്ക് IT സെക്ടറിൽ തന്നെ വരുന്ന കുറേ ജോബ് മാർക്കറ്റ്സ് ആണ്. ബാക്കിയുള്ള ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിലും അതിനൊരു ഡിമാൻഡ് ഉണ്ട് ആക്ച്വലി. ഫാർമസ്യൂട്ടിക്കൽ പിന്നെ ഫിനാൻസിന് ഇവിടെ ഡിമാൻഡ്സും കാര്യങ്ങളും ഉണ്ട് ആക്ച്വലി. ബട്ട് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പറ്റത്തില്ല, ബിക്കോസ് ഞാൻ ആ ഫീൽഡിൽ ഞാൻ ഭയങ്കരമായിട്ട് നോക്കിയിട്ടില്ല. ബട്ട് ഇപ്പോൾ IT സെക്ടറിൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോബ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ജോബ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡെവോപ്സ് ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ് വരുന്നുണ്ട്. AI റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. മേ ബി സോഫ്റ്റ്വെയർ ഇപ്പോഴും ഒരു കൈൻഡ് ഓഫ് ഡിമാൻഡിങ് ഇതാണ്. പക്ഷേ എല്ലാത്തിലും ഒളിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും മനസ്സിലാക്കാത്തത് ഇൻ ദ സെൻസ് ലൈക്ക് അതിലോട്ടൊക്കെ റീസർച്ച് ചെയ്ത ആൾക്കാർക്ക് കുറേം കൂടി അറിയാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം ഒരു ബ്രോഡ് കൈൻഡ് ഓഫ് ഫീൽഡാണ്. ഓക്കെ, ഈ എല്ലാ ഫീൽഡിലും ലൈക്ക് കുറേ നീഷേ ഏരിയാസ് ഉണ്ട്, നീഷേ എക്സ്പെർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ബ്രോഡ് കൈൻഡ് ഓഫ് സാധനം പഠിച്ചു. ഓക്കെ, എനിക്ക് സൈബർ സെക്യൂരിറ്റിയാണ് ഇഷ്ടം, ഓക്കെ ഞാൻ ആ സൈബർ സെക്യൂരിറ്റി ഡിഗ്രി കഴിഞ്ഞു, എനിക്ക് ജോബ് എന്താ കിട്ടാത്തതെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ബേസിക്കലി
നമ്മൾ എങ്ങനെ ഇൻഡസ്ട്രി മാറുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമ്മളും തോട്ട് പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ പഠിച്ച് ആ ഒരു ലെവലിലോട്ടൊക്കെ നമ്മൾ എത്തണം. ബേസിക്കലി അതാണ് സംഭവം. ബിക്കോസ് നമ്മുടെ ആവശ്യമാണ്. ആരും നമുക്ക് സ്പൂൺ സ്പീഡ് ചെയ്തിട്ട് ജോബ് ഇവിടെ കൊണ്ട് തരാൻ പോകുന്നില്ല. ഓക്കെ, ഒരു 5-10 ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ, അതല്ല അവസ്ഥ. ലൈക്ക് ജോബ് മാർക്കറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ആഫ്രിക്കൻ സവാന എന്നുള്ള രീതിയിലാണ്. ഓർ ഒരു ജംഗിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ബേസിക്കലി അതൊരു വൈൽഡ് പ്ലേസ് ആണ് ബേസിക്കലി ജോബ് മാർക്കറ്റ്. സോ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് നമുക്കൊരു ജോബ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കഷ്ടപ്പാടുള്ള സംഭവം തന്നെയാണ്. നമ്മളെ വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ജോബിനെല്ലാവരും വേണമെങ്കിൽ ഒരു പ്രൈസായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിലെന്താണ് പ്രൊഡക്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? പ്രോപ്പർ ഒരു ടൈമിങ്ങിൽ നോക്കി എരേനെ പിടിക്കാനായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചാടുന്നു. എരേനെ കിട്ടും, കിട്ടാതിരിക്കാം. ഓക്കെ, ദേഴ്സ് എ പോസിബിലിറ്റി ഓഫ് ബോത്ത് അല്ലേ. അതിപ്പോൾ എത്ര വെൽ പ്രിപ്പേർഡ് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടാനും കിട്ടാതിരിക്കാനുള്ള ചാൻസസ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് അയ്യോ അവിടെ എനിക്ക് എരേനെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്ക് എരേനെ കിട്ടിയില്ല, ഞാൻ നിർത്തി പോകണമെന്ന് പറഞ്ഞിട്ട് ബേസിക്കലി അതെന്താണ് അവിടെ അതിന് വിശന്ന് അത് മരിക്കത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് അവിടെ അതല്ലാതെ പോകുന്നത്, അത് വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യവും കൂടി നോക്കണം. അപ്പോൾ ഓരോ ജോബ് ഇങ്ങനെ ഹയർ ഡിമാൻഡ്സ് ഉണ്ടെങ്കിലും അതിൽ നമുക്ക് നീഷ ഏരിയസിൽ എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത്. ഈവൻ ഇപ്പോൾ സൈബറിൽ തന്നെ പണ്ട് ഉണ്ടായിരുന്ന കുറച്ച് അതിലും കുറച്ചും കൂടി എനിക്ക് പറയാനേ അറിയത്തുള്ളൂ. സൈബർ എൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് ഇപ്പോൾ അതിൽ തന്നെ 2 ഫീൽഡ് ഓഫ് റെഡ് ടീമിങ് ആൻഡ് ബ്ലൂ ടീമിങ് എന്നുള്ളൊരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് സ്റ്റഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ട്രഡീഷണൽ ജോബ് മാത്രം ഫസ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എല്ലാവരും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ വർഷവും നീഡും മാറിക്കൊണ്ടിരിക്കുന്നു, ടെക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു 3 വർഷം മുമ്പ് പഠിച്ച സാധനം എനിക്കിപ്പോഴും അതറിയാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ജോബ് മാർക്കറ്റിലോട്ട് കയറേണ്ട കാര്യമില്ല. പണ്ട് എനിക്ക് ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് പൈത്തൺ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ 5 years or 10 years എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബേസിക്കലി അതെല്ലാനും കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ബ്രോഡ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൈബർ എടുക്കുകയാണെങ്കിൽ, ഇൻ ദ സെൻസ് അതിൻ്റെ ഉള്ളിലുള്ള കോറിൽ ഇപ്പം എന്താണ് മെയിനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഹൈ ഡിമാൻഡ് എന്താണ് പോകുന്നത്. ഇപ്പോൾ ബൂമിങ് സംഭവമാണ്. ഓക്കെ, അപ്പോൾ കുറേയും കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പോവാം, അല്ലെങ്കിൽ ക്ലൗഡ് റിലേറ്റഡ് റിലേറ്റഡ് അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു നീഷ കൈൻഡ് ഓഫ് ഏരിയ കണ്ടുപിടിക്കണം. അങ്ങനത്തെ കണ്ടുപിടിക്കണം. ആ ഒരു ഏരിയസിൽ നമ്മൾക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ജോബ് കൈൻഡ് ഓഫ് എന്താണ് ആവശ്യകതയുണ്ട്. റിക്രൂട്ടേഴ്സ് ആണെങ്കിലും അതിനു വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ കറൻ്റ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ജോബ് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ. അയർലൻഡിൽ എഞ്ചിനീയറിംഗ് ജോബ്സ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഹേർഡിൽസ് എന്തൊക്കെയാണ്? ഓക്കെ, ദാറ്റ്സ് ആക്ച്വലി റിയലി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ആൻഡ് ലൈക്ക് അത് ശരിക്കും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഞാൻ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി അയർലൻഡിൽ വരുന്നതിന് മുന്നേ ജോബ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ 23 സെപ്റ്റംബറിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് എല്ലാവരും എൻ്റെ ലോങ് ടേം പ്ലാനിങ് ആണ്. ഇതൊന്നും എനിക്ക് പെട്ടെന്ന് അച്ചീവ്മെൻറ്റ് ചെയ്തതാണെന്ന് ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മേ ബി ചിലവർക്ക് തോന്നിയേക്കാം. ബട്ട് ദ തിങ് ഈസ് അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുറകിൽ കാൽക്കുലേറ്റീവ് റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റീവായിട്ട് ഞാൻ തോട്ട് പ്രോസസ്സ് പോയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അയർലൻഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ലൈക്ക് ലിറ്ററലി എനിക്കൊരു കണ്ടീഷണൽ ഓഫർ ഈ ഒരു കോളേജിൽ എനിക്ക് കിട്ടിയപ്പോൾ തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലിങ്ക്ഡിൻ ആണ്. ഓക്കെ, ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സാധനം പ്രൈം ഫാക്ടറാണ്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഞാൻ വന്ന സമയത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. ഞാൻ അതല്ലാണ്ട് അത് വെച്ചിട്ട് സോർട്ട് ചെയ്തു. അയർലൻഡിലെ ബേസിക് ലൈക്ക് ഏറ്റവും അത്യാവശ്യം MNCs കമ്പനീസ് ഓർ ടെക് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ലൈക്ക് എൻ്റെ ഫീൽഡിൽ എവിടേക്ക് എനിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കമ്പനീസിൻ്റെ എല്ലാം ലിസ്റ്റ് എടുത്തു. ഞാൻ ആ കമ്പനീസിനെല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈൻഡ് ഓഫ് പിന്നെ അതിൽ ഞാൻ കുറേ ജോബ് റോൾസും കാര്യങ്ങളും ആ സമയത്ത് തന്നെ ഞാൻ നോക്കി വന്നപ്പോൾ എനിക്ക് കൈൻഡ് ഓഫ് മനസ്സിലായി. ഓക്കെ ഫൈൻ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോബ് റോൾസ് ഇൻ ദ അയർലൻഡ്. ഓക്കെ, ഈ ഒരു ഫീൽഡിൽ ഇത്ര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോബ് റോൾസ് ഉണ്ട്. അല്ലാതെ ഈ ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 1-2 പേരുകൾ അല്ലാതെ ഞാൻ ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നെയിംസ് എനിക്ക് മനസ്സിലായി.
പിന്നെ അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് പോണതെന്നും കൂടി എനിക്ക് മനസ്സിലായി. ലൈക്ക് ഓക്കെ, അയർലൻഡിൻ്റെ ജോബ് അത്യാവശ്യം ടൈറ്റായിട്ട് വരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോബ് കിട്ടുള്ളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരെ വന്നു. ഈവൻ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ മാസ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വന്ന സമയത്ത് തന്നെ ഞാൻ കുറേ രാജ്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറേ രാജ്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രാജ്യങ്ങളെല്ലാം നോക്കിയപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ എവിടെയാണ് ഫ്ലറിഷ് ആവുന്നത്, എവിടെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അയർലൻഡ് കൈൻഡ് ഓഫ് ലൈക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സമയമാണ്. പക്ഷെ അത് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലെന്ന് എനിക്കറിയായിരുന്നു. ബേസിക്കലി അതായിരുന്നു ഞാൻ അനലൈസ് ചെയ്തതും ഞാൻ ഈ ഉള്ള ടൂൾസ് വെച്ചിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അയർലൻഡ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്, ലൈക്ക് ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ കൊണ്ട് പോണ ഒരു സംഭവം കൂടി ഉണ്ട്. എനിക്ക് ഒരു പാഷൻ ഉണ്ടായിരുന്നു. ഈ സംഭവം എൻ്റെ ഒരു പാഷനാണെന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരു സമയത്ത്, ആ ഒരു സമയത്ത് തന്നെ ഞാൻ സ്ട്രഗിൾ ചെയ്ത സമയത്ത് എനിക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് അറ്റ് സെയിം ടൈം വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് പഠിക്കുന്ന വളരെ മോശമായിരുന്നു. ലൈക്ക് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, നമുക്കൊരു ഗോൾ സെറ്റ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു കാലം എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ആ ഒരു സമയത്ത് ലൈക്ക് ആ സ്ട്രഗ്ലിങ് കഴിയാറായപ്പോഴേക്കും എല്ലാവർക്കുള്ള ഡ്രീമായിരുന്നു മേ ബി ഒരു IIT പഠിക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാസ്സായ ആ ഒരു സമയത്ത് ലൈക്ക് ഞാൻ അപ്പോഴേക്കും സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സർട്ടിഫിക്കേഷൻസ് ഞാൻ അച്ചീവ് ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പോൾ അതെല്ലാനും വെച്ചിട്ട് ലൈക്ക് ഒരു IIT ജമ്മുവിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒരു PG ഡിപ്ലോമയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഓർ ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്പൂൺ ഫീഡിങ് ആയിട്ടുള്ളൊരു സിനാറിയോ ഇവിടെ വരുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒരു കോളേജിൽ നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി അവിടെ റിക്രൂട്ടേഴ്സ് വരുന്നു, അവിടെ ഒരു പ്ലേസ്മെൻറ്റ് സെൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കമ്പനീസ് വരുന്നു, നമ്മൾ ജസ്റ്റ് പോയിട്ട് എക്സാം എഴുതുന്നു, ഓക്കെ കിട്ടിയാൽ കിട്ടി, ജോബിന് കയറുന്നു, ഡയറക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. ബട്ട് ദ തിങ് ഈസ് അയർലൻഡിൽ നമുക്ക് അങ്ങനത്തെ ഒരു സാധ്യത ഇല്ല. ലിറ്ററലി എല്ലാവരും നമ്മുടെ കയ്യിലാണ്. ഈവൻ നമ്മളൊരു കോളേജിൽ പഠിക്കുകയാണെങ്കിലും അവിടെ ഒരു സപ്പോർട്ടീവ് സെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ കോളേജിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക്ഡിനിലോ അവിടെ ഇവിടെ വരുന്ന ജോബ് മാർക്കറ്റിൻ്റെ സംഭവങ്ങൾ എല്ലാവരും ജസ്റ്റ് പോസ്റ്റ് ചെയ്യും. ഇന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ടെന്നുള്ള ഇതിടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്യണം ജോബ് കണ്ടുപിടിക്കാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പറായിട്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്യണം. ലിങ്ക്ഡിനാണ് മാക്സിമം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഈ ലിങ്ക്ഡിനിൽ യൂസ് ചെയ്യുമ്പോൾ അതിൽ റെസ്യൂമെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയർലൻഡ് റെസ്യൂമേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജോബ് അപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ അതിന് ഞാൻ കുറേ നമുക്ക് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ കോളേജിൻ്റെ റിസോഴ്സസ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അവരെനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സൈബറാണ് പഠിച്ചത്, എനിക്ക് ആ ജോബ് തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് സൈബറിൻ്റെ മാത്രം കുറേ ജോബ് റോൾസ് നോക്കി. പക്ഷേ എൻട്രി ലെവലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഈവൻ ലൈക്ക് റെഡ് ടീമിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് കാറ്റഗറിയാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഒന്നും ഓപ്പണിംഗ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കൈൻഡ് ഓഫ് ഒരു ഡിപ്രസിങ് അല്ല, ഒരു കൈൻഡ് ഓഫ് ഡിപ്രസീവ് സ്റ്റേജ് ആയിരുന്നു. ബിക്കോസ് ഓക്കെ ഇതിനാണ് വന്നത്, പക്ഷേ അതിനൊന്നും ഓപ്പർച്യൂണിറ്റി കാണുന്നില്ലല്ലോ, എല്ലാവരും കൂടുതലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതായിട്ടായിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ തോട്ട് പ്രോസസ്സ് മാറ്റി, ഓക്കെ ഫൈൻ, ദർ ആർ ലോട്ട്സ് ഓഫ് അതർ കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ജോബ് റോൾസ്. അപ്പോൾ അതിനും കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്നില്ലെങ്കിൽ നമുക്ക് റെസ്പോണ്ട് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കിട്ടുന്നല്ല താങ്ക് യു ഫോർ അപ്ലൈയിങ് ഫോർ ദിസ് ജോബ്, അൺഫോർച്ചുനേറ്റ്ലി യു ഡിഡ്ന്റ് ഗോട്ട് സെലക്റ്റഡ് ഓർ സംതിങ്, അങ്ങനത്തെ ഒരു മെയിലായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ വന്നപ്പോൾ ഓക്കെ അയ്യോ ഇത്രയും പ്രതീക്ഷിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് എന്നിട്ട് കിട്ടിയിട്ടില്ല. പിന്നെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ബേസിക്കലി നമ്മൾ ജോബ് ഹണ്ടിങ് കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും ലീഗാലിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാമ്പ് 2-ലായിരിക്കും നമ്മൾ വന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ജോബ് അപ്ലൈ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അവർ ബേസിക്കലി നമ്മൾ കൺസിഡർ പോലും ചെയ്യത്തില്ല. അപ്പോൾ ഒരു
വിസ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഫാക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്തേക്കണ ഒന്നിനും അങ്ങനെ ഭയങ്കര റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ സ്റ്റാമ്പ് 1Gയിലാണെങ്കിൽ പോലും സ്റ്റേ ബാക്ക് പീരീഡിലുള്ള പിള്ളേരെ പോലും അവർ ഭയങ്കര കുറവാണ്, കൺസിഡർ ചെയ്യുന്നില്ല. ബേസിക്കലി അത് കഴിഞ്ഞ് അവർക്ക് സ്പോൺസർ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്യൂ ആണ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോബ് മാർക്കറ്റിൽ എന്തായാലും കോമ്പറ്റീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം, പക്ഷേ ഇതൊന്നും വേണ്ടാതെ ജോബ് കിട്ടാവുന്ന അവസ്ഥയിലുള്ള കുറേ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ബേസിക്കലി ഇവിടുത്തെ സിറ്റിസൺസ് യൂറോപ്യൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരായിട്ട് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്ത് ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ അത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കണം. അവരെക്കാളും സ്കിൽ ഡ്രിവൺ ആയിട്ട് ഉള്ളൊരു വ്യക്തിയാണെന്ന് കാണിക്കണം. പിന്നെ ആ ഒരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ എൻ്റെ പോർട്ട്ഫോളിയോസ് കാര്യങ്ങൾ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കി. പിന്നെ പാർട്ട് ടൈം ആൻഡ് ജോബ് ഹണ്ടിങ് എന്ന് പറയുന്നതും ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു സംഭവമാണ്. ടൈം മാനേജ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ അത് കൈൻഡ് ഓഫ് ലൈക്ക് എന്താ പറയുക, എങ്ങനെയൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. ലൈക്ക് പാർട്ട് ടൈമിന് പോകുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ഞാൻ ജോബ് ഫണ്ടും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് തിങ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു അത് ആക്ച്വലി പോയിരുന്നത്. ബട്ട് എനിവേ ആ ഒരു സ്ട്രഗിളിനെല്ലാം ഒരു വെർത്ത് ഉണ്ടായിരുന്നു ആക്ച്വലി. ബിക്കോസ് കുറേ സമയത്തെല്ലാം നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായി പോയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര ചില സമയത്ത് നമ്മൾ ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു പരിപാടിക്കും പോകാതെ ലൈക്ക് ആരുമായിട്ട് മിങ്കിൾ ചെയ്യാതെ കുറേ ഒത്തിരി നാൾ പോയിട്ടുണ്ട്. ബിക്കോസ് ആ 1 year എന്ന് പറയുന്നത് എൻ്റെ ബേസിക് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് കോളേജിൽ പോകുന്നു. അതൊരു ഗുഡ് ഫാക്ടറായിരുന്നു എൻ്റെ കോളേജിൽ. ബിക്കോസ് ഞങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാം. എല്ലാം പ്രാക്ടിക്കൽ ബേസ്ഡ് തിങ്സ് ആയിരുന്നു, പ്രൊജക്ട്സ് ആൻഡ് തിങ്സ് ആണ്. അപ്പോൾ പ്രൊജക്ട്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, ഡയറക്റ്റ് വരുന്നുണ്ട്, പാർട്ട് ടൈമിന് പോകുന്നു. ഇത് രണ്ടും മാത്രമായിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിങ് ഇതുണ്ടായിരുന്നു. പിന്നെ വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രഗിൾ എല്ലാവരും ഓക്കെ ഇതെല്ലാം ഇതിൻ്റെ പാർട്ടാണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 300 to 400 ജോബ്സിന് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ കുറേ റിജക്ഷൻസ്, ഓഫ് കോഴ്സ് ഒരു കണ്ടിന്യൂസ് റിജക്ഷൻസ് വന്ന സമയത്ത് ഹൗ ഡിഡ് യു കോപ്പ് വിത്ത് ദാറ്റ്? ദ തിങ് ഈസ് ലൈക്ക് ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് എനിക്കറിയായിരുന്നു ലൈക്ക് റിയാലിറ്റി ഇതാണെന്ന് ഞാൻ എല്ലാം ഉറപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. ആക്ച്വലി ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ട് ഓക്കെ ഇതൊരു എന്താ ഒരു അടിപൊളി സ്ഥലം, ഇവിടെ അടിച്ചു പൊളിക്കാം, കറങ്ങി നടക്കാം, ആ ഒരു മെൻറ്റാലിറ്റിയിലല്ല ഞാനിവിടെ വന്നേക്കണം. ബേസിക്കലി എനിക്കിവിടെ മാസ്റ്റേഴ്സ് ചെയ്യണം, എനിക്ക് ഇതാണ് എൻ്റെ പാഷൻ എന്നുള്ളത് എനിക്കറിയാം, ഇതിൽ തന്നെ ഞാൻ ജോബ് കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഓരോ റിജക്ഷൻസ് കിട്ടുന്നതോടും ഓക്കെ ഞാൻ ആ സമയത്ത് അയ്യോ എനിക്ക് റിജക്ഷൻ കിട്ടി എന്നുള്ള രീതിയിലായിരുന്നില്ല ഞാൻ എൻ്റെ പ്രോസസ്സ് വന്നത്. ഓക്കെ ഫൈൻ, എനിക്കിതിൽ റിജക്ഷൻ കിട്ടി, എന്തായിരിക്കും അതിൻ്റെ ഫാക്ടർ? ഓക്കെ ഞാൻ അതിൻ്റെ പുറകെയായിരുന്നു പോയിരുന്നു. ഓക്കെ അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ആ സമയത്ത് മനസ്സിലായി. ഓക്കെ ഞാൻ എൻ്റെ വിസേൻ്റെ സീനുള്ളതുകൊണ്ട് എന്തായാലും കിട്ടത്തില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ചിലവരൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് തരുമായിരുന്നു, ലൈക്ക് ഗുഡ് ഫീഡ്ബാക്സ് ചില കമ്പനീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൈൻഡ് ഓഫ് നൈസ് ആണ്, ഇന്ന ഇതൊക്കെ ഉണ്ട്, ബട്ട് നിങ്ങൾ ഇവിടെ ഒരു ഫാക്ടറി ലാക്കിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ലൈക്ക് എപ്പോഴും ഒന്നും കിട്ടത്തില്ല, ബട്ട് 1, 2, 3 അങ്ങനെ എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതെല്ലാം എനിക്കൊരു ലേണിംഗ് ഫാക്ടറായിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. അപ്പോൾ ഓരോ തവണ റിജക്ഷൻ കിട്ടും തോറും ഞാൻ എൻ്റെ റെസ്യൂമേ ചേഞ്ച് ചെയ്യുന്നു, ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യുന്നു, മാറ്റി അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഞാൻ എൻ്റെ ലാപ്പിൽ തന്നെ ഞാൻ നോക്കി ഒരു 50 or around 60 സംതിങ് ഓഫ് ഞാൻ ATS ഫ്രണ്ട്ലി റെസ്യൂമേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഓരോ ജോബിനെ ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ ജോബ് റോൾസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റിജക്ഷൻ വരുന്ന എല്ലാവരും ലൈക്ക് എന്താണ് ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് എൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോരം ഫെയിലിയർ ഉണ്ടാവുന്നത് ആക്ച്വലി ഒരു നല്ലൊരു കാര്യമാണ്. ഇറ്റ്സ് ആക്ച്വലി ബെറ്റർ ടു ഫെയിൽ റാദർ ദാൻ ഡൂയിങ് നത്തിങ്. അല്ലേ, നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ദ തിങ് ഈസ് നമ്മളവിടെ ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൈൻഡ് ഓഫ് സംതിങ് വി ക്യാൻ ലേൺ ഫ്രം ദെയർ, റൈറ്റ്? അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സായിരുന്നു പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ലൈക്ക് ഒരു വിഷമോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് പറയാം മനുഷ്യരാണ്, എനിക്ക് ചില സമയത്തും വിഷമം വന്നിട്ടുണ്ട്. ദ തിങ് ഈസ് ചില ജോബ് റോൾസ് ഓക്കെ ഇതെനിക്ക്
കിട്ടും എന്നുള്ള രീതിയിൽ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. ലൈക്ക് ഓക്കെ ഇതെല്ലാം അലൈനായിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് ഇന്ന സാധനങ്ങൾ ഇതിലുണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ള രീതിയിൽ വന്നിട്ട് അൺഫോർച്ചുനേറ്റ്ലി കാണുമ്പോൾ ഓക്കെ പ്രതീക്ഷിച്ചതായിരുന്നു കിട്ടിയില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അതിലൊരു വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തതിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരുമ്പോഴും ഓക്കെ ഓക്കെ അത് അടിപൊളിയാണല്ലോ സംഭവം, ഒട്ടും പ്രതീക്ഷിച്ച പോലും ഇല്ല സാരം വന്നല്ലോ എന്നുള്ള രീതിയിലുണ്ട്. ഓക്കെ അങ്ങനെ. ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അയർലൻഡിൽ സ്പോൺസർഷിപ്പായിട്ട് വരാൻ പറ്റുമോ എൻജിനീയറിംഗ് ജോബ്സിൽ? ഓക്കെ എല്ലാത്തിനും ലൈക്ക് പോസിബിലിറ്റീസ് ആണോ ഉള്ളത്? ഓക്കെ ഒരു മിനിറ്റ് ഒന്നും കൂടി ഞാൻ ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്ത് വെച്ചോട്ടെ. റെഡി 1 2 3 ഗോ. അയർലൻഡിൽ എൻജിനീയറിംഗ് ജോബ്സിന് ഇന്ത്യയിൽ നിന്ന് സ്പോൺസർഷിപ്പായിട്ട് വരാൻ പറ്റുമോ? വാട്ട് ഡു യു തിങ്ക്? ദ തിങ് ഈസ് ലൈക്ക് എല്ലാത്തിനും പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നിൽ നമുക്കൊരു യെസ് ഓർ നോ എന്നുള്ള ഒരു ആൻസേഴ്സ് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ചോദിച്ച ഇതിലാണെങ്കിൽ യെസ് ദർ ഈസ് എ പോസിബിലിറ്റി, ഓക്കെ അത് പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ ദ തിങ് ഈസ് അതൊരു റയർ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബേസിക്കലി എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ജോബ് കിട്ടിയേക്കുന്ന ആൾക്കാരനെ അറിയാം. പക്ഷേ അത് അറിയാവുന്നത് തന്നെ ഭയങ്കര ചുരുക്കമുള്ള ആൾക്കാരാണ്. ബട്ട് ദ തിങ് ഈസ് ഞാൻ കുറേ പേര് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ കോളേജിൽ ഞാൻ കുറച്ച് നാൾ ഞാൻ ലാബ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരന് ലിറ്ററലി 10 years എബോവ് എക്സ്പീരിയൻസ് ഉണ്ട് സൈബറിൽ. ബട്ട് പുള്ളി ദുബായ് ബേസ്ഡ് അത്യാവശ്യം ഒരു നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. പക്ഷേ പുള്ളി കുറേ സ്ട്രഗിൾ ചെയ്ത് കുറേ ജോബിനൊക്കെ നോക്കിയിട്ട് പുള്ളിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളീൻ്റെ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വരാം, അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള ഒരു ഇതായിരുന്നു. ഓക്കെ അപ്പോൾ ഇങ്ങനെ കിട്ടാവുന്നതിൻ്റെ ചാൻസസ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അവർക്ക് ഒരാളിനെ പുറത്തുനിന്ന് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു കമ്പനീൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കമ്പനീൻ്റെ ലാഭമേ നോക്കുള്ളൂ. ഓൾറെഡി കറൻറ്റ് രാജ്യത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അയർലൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ അവർ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജോബ് മാർക്കറ്റിൽ ആൾക്കാരുണ്ടോ, ഇവിടെ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. ഓക്കെ അപ്പോൾ അത്രയും നീഷ ഏരിയയിൽ അവർക്ക് അത്രയും ആവശ്യം ഉള്ള ഒരു സ്ഥലമാണ് അത്. അവിടെ അവർക്ക് എത്രയും പെട്ടെന്ന് അത് കവറപ്പ് ചെയ്യണം എന്നുള്ള ഒരു സ്കിൽസും കാര്യങ്ങളും സെറ്റ് ഉണ്ടെങ്കിൽ കൈൻഡ് ഓഫ് മേ ബി ഒരു സീനിയർ ആയിട്ട് ഇതെല്ലാം ലൈക്ക് ഫ്രഷേഴ്സിന് ഹോപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഒരു അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് നീഷ ഏരിയയിൽ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ആൾക്കാരനെ ചിലപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ റിക്രൂട്ട് ചെയ്യും. അത് വലിയ വലിയ കമ്പനീസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ അയർലൻഡിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒരു ഫാക്ടറാണോ, അല്ലെങ്കിൽ ജോബ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ജോബ് കിട്ടത്തില്ല, അങ്ങനെയുണ്ടോ? ദ തിങ് ഈസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫാക്ടറാണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ വേണമെങ്കിൽ ഫാക്ടർ ആവാം. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജോബ് മാർക്കറ്റിൽ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഇപ്പോൾ സ്പെസിഫിക്കലി അയർലൻഡിൽ ജോബ് മാർക്കറ്റിൽ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് ലൈക്ക് 2 kinds ഓഫ് ജോബ് മാർക്കറ്റ്. ഓക്കെ ഫ്രഷേഴ്സിനായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ജോബ് മാർക്കറ്റ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോബ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ 2 കാറ്റഗറി ഓഫ് ആൾക്കാർ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് അവരുടെ കൈൻഡ് ഓഫ് ആ ഒരു പാക്കേജിലോട്ടേക്കാണ്. പക്ഷേ കുറേയും കൂടി ഇപ്പോൾ ഫ്രഷേഴ്സ് എന്ന് പറയുന്നത് 0 to 2 years ഓഫ് എക്സ്പീരിയൻസ്ഡ് ഡ്രിവൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് കൂടുതൽ ചാൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അവരുടെ ഓപ്പണിംഗ് കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്, കിട്ടാനായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷെ അവർക്കൊരു സംഭവം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അയർലൻഡിൽ കുറേ ഇങ്ങനെ MNCs കമ്പനീസ് അല്ലെങ്കിൽ കുറേ കമ്പനീസ് ഇപ്പോൾ ഗ്രാജുവേറ്റ് റോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അത് ഓൺലി ഫോർ 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രം അതിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റുഡൻസിനെല്ലാനും ആ ഒരു കൈൻഡ് ഓഫ് ജോബിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ദ തിങ് ഈസ് അതും ഭയങ്കര ചെറുതാണ്. ലൈക്ക് ഭയങ്കര കുറവ് നമ്പർ ഓഫ് ആൾക്കാരനെ എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഈവൻ എനിക്ക് കിട്ടിയേക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. ബേസിക്കലി ഞാനൊരു ഫ്രഷറായിരുന്നു, എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. പക്ഷേ അതിൻ്റെ കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആയിരിക്കുള്ളൂ. ലൈക്ക് ഭയങ്കര സ്മോൾ എമൗണ്ട് ഓഫ് പീപ്പിളിനെ അവർ എടുക്കത്തുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും എന്താണ് ഫ്രഷേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റി ഈസ് കൈൻഡ് ഓഫ് കുറവാണ്.
പക്ഷേ ഫ്രഷേഴ്സിന് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 0 to 2 ഇയേഴ്സ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ പോർട്ട്ഫോളിയോ അവർക്കായിട്ട് തന്നെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഈവൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും വെച്ചിട്ടല്ല എനിക്ക് ആക്ച്വലി ജോബ് കിട്ടിയേക്കുന്നത്. ഞാൻ എന്താ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കവറപ്പ് ചെയ്യാനായിട്ട് ഐ ഹാഡ് ലോട്ട്സ് ഓഫ് സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, ഐ ഹാഡ് ലോട്ട്സ് ഓഫ് ക്രിട്ടിക്കൽ സർട്ടിഫിക്കേഷൻസ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറേ പ്രൊജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊജക്റ്റ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ ചെയ്തേക്കുന്ന എല്ലാനും അസൈൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഒരു പ്രോപ്പർ പ്രൊജക്ട്സ് എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്ത് അതിന് പുറകെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാനും എൻ്റെ റെസ്യൂമേഴ്സിൽ കാര്യങ്ങൾ ആഡ് ചെയ്തപ്പോൾ ഓക്കെ, നമ്മൾ അവിടെ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിലാണ്. അപ്പോൾ ഒരാളിനേക്കാളും നമ്മൾ എത്ര ഇത്തിരി കൂടി ഹൈലി സ്കിൽഡ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നു അത് മാക്സിമം കാണിച്ചാൽ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ഗെറ്റിംഗ് ജോബ് ഫോർ ലൈക്ക് ഇങ്ങനെ ഒരു ഫ്രഷേഴ്സിന് ജോബ് കിട്ടാം. ഓക്കെ, പക്ഷേ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അവർ 2 ഇയേഴ്സ് എബോ ആയിട്ടുള്ളൊരു കാറ്റഗറി പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ആ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിലോട്ടേക്കായിരിക്കുള്ളൂ ഇത് ചെയ്യുന്നത്. പക്ഷെ അവർക്കും കുറേയും കൂടി വൈഡർ ഓപ്പണിങ്സ് കാണുന്നുണ്ട് ആക്ച്വലി. പക്ഷെ അവരുടെയും ലൈക്ക് കോമ്പറ്റീഷൻസ് കൂടുതലാണ്. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ 2 പേർക്കുണ്ടെന്ന് തന്നെ പറയാം. ഈ ഒരു കരിയർ ബിൽഡ് ചെയ്തെടുത്തത് എന്ന് ഞങ്ങളോട് പറയാമോ? ഓക്കെ, ദ തിങ് ഈസ് ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ലൈക്ക് ഇപ്പോൾ എൻ്റെ ഗ്രാഡ് ടൈം ആണെങ്കിലും എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു ഫേസ് എനിക്കും ഉണ്ടായിരുന്നു. ലൈക്ക് ആ സമയത്ത് എനിക്ക് പ്രോപ്പർ തോട്ട് പ്രോസസ്സ് ഒന്നുമില്ല, എന്ത് ചെയ്യണം എന്നൊന്നും എയിമൊന്നുമില്ല. എന്തോ ഒരു കോഴ്സ് എടുത്തു, എന്തോ പഠിച്ചു എന്നുള്ളൊരു സത്യാവസ്ഥയിൽ നിന്ന് വന്നു. എനിക്ക് പെർട്ടിക്കുലർലി എനിക്ക് അതിനെക്കുറിച്ച് ഒരു പാഷനേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോളേജ് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സപ്ലീസും കാര്യങ്ങളും വന്ന് കഴിഞ്ഞ ഒരു ടൈമൊക്കെ ആയപ്പോൾ ലൈക്ക് ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു ആക്ച്വലി ഓക്കെ ഫൈൻ, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡായിരിക്കണം ഞാൻ ചെയ്യണം എന്നുള്ളൊരു സെൽഫ് ഡ്രിവൺ മോട്ടിവേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് കുറേ നോയ്സസ് ലൈക്ക് കുറേ ആൾക്കാരുടെ ഉപദേശങ്ങൾ, കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഞാൻ ആ സമയത്ത് എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ജൂനിയേഴ്സിനും വരെ ജോബ് കിട്ടിയ സമയത്ത് ഞാൻ വെറുതെ ചുമ്മാ നടക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ജോബ് റോൾസ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. എല്ലാവർക്കും ഉള്ള ലൈക്ക് ഓൺലൈൻ റിസോഴ്സസ് പക്കയായിട്ട് വൈഡായിട്ട് നമുക്കിപ്പോൾ കയ്യിലുള്ളതാണ്. കുറേ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബേസിക്കലി ഞാൻ അതേ ചെയ്തോളൂ. യൂട്യൂബ് കാര്യങ്ങൾ, ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ നോക്കി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോബ് റോൾസ് ചെയ്യാൻ റീസെർച്ച് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫ്രണ്ട് എൻഡിലോട്ടേക്ക് ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നി. കുറച്ച് നാൾ അത് ഞാൻ പഠിച്ചു നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സൈബറിൻ്റെ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് സംതിങ് ഐ നീഡ് ടു ഡു ഇൻ മൈ ലൈഫ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു സംഭവം എന്നുള്ളൊരു സാധനം എനിക്ക് അപ്പോൾ വന്ന് കയറി. അപ്പോൾ അത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വന്നപ്പോൾ ഓക്കെ, എനിക്കത് ചെയ്യണമെങ്കിൽ എൻ്റെ സപ്ലീസ് ക്ലിയർ ചെയ്യണം. ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു. അത്രയും സപ്ലൈ ഉള്ള സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ എന്തായാലും എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് ഞാൻ അപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും ബാക്കിലേക്ക് പോയി. ഒന്നില്ലെങ്കിൽ എനിക്ക് ഫുള്ളി കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പുതിയൊരു സൈബർ റിലേറ്റഡ് ആയിട്ടൊരു ഡിഗ്രി എടുക്കാം. പക്ഷെ അങ്ങനെ ആ ഒരു ഡിഗ്രി ഞാൻ എടുക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ബേസിക്കലി ടൈം എന്ന് പറയുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ അത്ര നാളും അത് ഫുള്ളി ഡ്രോപ്പ് ചെയ്തിട്ട് പുതിയൊരു ഡിഗ്രി എടുത്ത് പിന്നെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുമ്പോഴേക്കും ആ ഒരു ടൈം സ്പാൻ പോയിട്ടുണ്ടാവും. ആ ടൈം സ്പാനിൽ ഒത്തിരി കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. ജോബ് മാർക്കറ്റ് മാറിയിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ അയർലൻഡിൻ്റെ ജോബ് മാർക്കറ്റൊക്കെ എല്ലാം നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബേസിക്കലി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓക്കെ ഫൈൻ, എൻ്റെ ഇതിലിപ്പോൾ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ട് ഇത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കൊരു തോട്ട് പ്രോസസ്സ് വന്ന് ഒരു എയിം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു എയിം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമാണെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും എന്തായാലും സ്ട്രഗിൾ ചെയ്യും. ഞാനിരുന്നു കുത്തിയിരുന്നു 1 വർഷം ഇരുന്ന് ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് മോക്ക് ടെസ്റ്റ് അതെല്ലാം നോക്കിയിട്ട് ലൈക്ക് അങ്ങനെ ഞാൻ ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ അങ്ങനെ പാസ്സായി എടുത്താണ് സംഭവം. ഓക്കെ, ഇനിയൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് തന്നെ ചൂസ് ചെയ്യോ അതോ വേറെ ഏതെങ്കിലും ഫീൽഡായിരിക്കുമോ ഹരിശങ്കർ ചൂസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ ലൈക്ക് ഈ ഒരു അന്നത്തെ സമയത്ത് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ഒരു കരിയറിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ ഒരു ചിന്തകളൊന്നും ഉണ്ടാകാത്തൊരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് സെയിം തന്നെ ആയിരിക്കും. ബേസിക്കലി ഞാൻ ആ ഒരു സമയത്തുള്ള ഇതിൽ ഞാൻ റീസെർച്ച് ചെയ്യും. ഏതാണ് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നുള്ള ഒരു രീതിയിൽ ഞാൻ റീസെർച്ച് ചെയ്യും.
പക്ഷേ അത് റീസെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലും ഞാൻ ഒരു കാര്യം ചിന്തിക്കുന്നത് ലൈക്ക് ലിറ്ററലി ഓക്കെ നമുക്കൊരു ഫാഷൻ ഉണ്ട്, പക്ഷേ പാഷൻ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോബിനെ എന്തോരം ഫ്ലറിഷ് ചെയ്യാൻ പറ്റും, അതിൽ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിലോട്ടേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോരം കയറി പോരാൻ പറ്റും, അതിൻ്റെ ഫ്യൂച്ചർ തോട്ട്സിലോട്ടേക്കും പോകും. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, ആ ഒരു സമയത്ത് ജോബ് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നു, കൈൻഡ് ഓഫ് ഇതാണ് എൻ്റെ ഇഷ്ടമുള്ള ഒരു സംഭവം, ഇതിൽ ഞാൻ കയറി പോയിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ എത്താൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് തോട്ട് പ്രോസസ്സ് എന്തായാലും വരും. അപ്പോൾ ആ സമയത്താണെങ്കിൽ മേ ബി ഞാൻ സൈബർ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്തും അത്യാവശ്യമുള്ള ഒരു ഇതാണെങ്കിൽ ഓഫ് കോഴ്സ് അതായിരിക്കും എൻ്റെ. പഠിച്ചത് തന്നെ ജോബായിട്ട് കിട്ടണം എന്ന് കമ്പൽ ചെയ്യുന്നത് അത് ഇച്ചിരി ഓവർ റേറ്റഡ് ആണോ? എന്താ തോന്നുന്നത് അതിനെക്കുറിച്ച്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബേസിക്കലി ആ കൈൻഡ് ഓഫ് ഒരു റിയാലിറ്റി നോക്കുകയാണെങ്കിൽ അത് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും, ഓരോ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ പോലെ ഇരിക്കും. എൻ്റെ ഒരു ഇതിൽ ഞാൻ എന്തായാലും പഠിച്ച ഓക്കെ സൈബറിലെ ജോബ് മേടിക്കുള്ളൂ എന്നുള്ളൊരു വാശി എനിക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ബേസിക്കലി എനിക്ക് അതിൽ മാസ്റ്റേഴ്സ് എടുക്കണം, അതിൽ ജോബ് കിട്ടണം എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ വന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒരു ജനറൽ കൈൻഡ് ഓഫ് ജോബ് റോൾ ഞാൻ ആദ്യം നോക്കിയ സമയത്ത് എനിക്കൊന്നും ജോബ് കിട്ടുന്നുണ്ടായിരുന്നില്ല സത്യാവസ്ഥയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒരു റിയാലിറ്റി ഫാക്ടർ ആയിരുന്നു. അത് ഒരു എന്താണ് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു അടി പോലെയൊക്കെ ആയിരുന്നു എനിക്ക് ആക്ച്വലി. ഓക്കെ ഞാൻ ഇവിടെ വന്ന് ഇത് കഴിഞ്ഞ് ഈ സാധനത്തിലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോബ് റോളൊക്കെ നോക്കിയിട്ട് ഒറ്റ എൻട്രി ലെവൽ ജോബ് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ തന്നെയുള്ള ഒരു ബ്ലൂ ടീമിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതും എനിക്ക് അത്ര ഭയങ്കര ഇൻട്രസ്റ്റഡ് അല്ല. കൈൻഡ് ഓഫ് ഒരു പിന്നെയും ഒരു ഓപ്പണിങ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ ഞാൻ കടിച്ചു പിടിച്ച് തന്നെ വാശിയിൽ ഇന്ന ജോബിലേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, ലിറ്ററലി കാര്യമില്ല. ഞാൻ എന്നിട്ട് ആ സമയത്ത് എൻ്റെ റിയാലിറ്റി കുറച്ചും കൂടി ചേഞ്ച് ചെയ്ത് ഓക്കെ കുറച്ചും കൂടി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി നീഷ ഏരിയാസിലും കൂടി അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിലായി. പിന്നെ അങ്ങനെ ഞാൻ അത്യാവശ്യം ഇതല്ലാതെയും ടെക് റിലേറ്റഡ് കൈൻഡ് ഓഫ് ഇത് റിലേറ്റഡ് കൈൻഡ് ഓഫ് വേറെ കുറേ ജോബ് റോൾസിലൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങി. അങ്ങനെ തുടങ്ങുമ്പോൾ കൈൻഡ് ഓഫ് ലൈക്ക് ഓവർ റേറ്റഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് പോലും എല്ലാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഹരിശങ്കർ കൊടുക്കുന്ന ഒരു മസ്റ്റ് നോ അഡ്വൈസസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡൊമെയിൻ എന്താണെന്നുള്ളത് ഭയങ്കര ഒരു പ്രൈം ഫാക്ടർ ആയിട്ടുള്ളതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അന്വേഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ പാഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള സബ്ജക്റ്റീവ് ആണോ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ എന്തായാലും നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. ബിക്കോസ് ഒത്തിരി ആൾക്കാരുടെ കുറേ അഡ്വൈസേഴ്സും കാര്യങ്ങളുണ്ടാവും. ഓക്കെ അഡ്വൈസേഴ്സ് കേൾക്കാം, അത് ടോട്ടലി ഫൈനായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവിടെ നമ്മുടെ ഒരു ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു റീസെർച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒത്തിരി ഓൺലൈൻ റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ChatGPT ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി വേറെ സപ്പോർട്ട്സ് ഉണ്ട്. അതെല്ലാം യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തമായിട്ട് റീസെർച്ച് ചെയ്യാം, ഇതിനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതും കോളേജ് സെലക്ട് ചെയ്യുന്നതുമാണ്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ റീസെർച്ച് ചെയ്തിട്ട് ആ ഒരു രാജ്യത്തുള്ള കൈൻഡ് ഓഫ് ലൈക്ക് കോളേജസ് എന്താണെന്നുള്ളത് നമുക്ക് തന്നെ സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈക്ക് റാങ്കിങ് ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ടാണെങ്കിൽ ഞാനിരുന്ന് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേൾഡ് റാങ്കിങ്ങിൻ്റെ ഒരു സംഭവമൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് സെർച്ച് എടുത്തു. ലിസ്റ്റ് ഓഫ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഇൻ അയർലൻഡ് ഞാൻ സെലക്ട് ചെയ്തു. അതിൽ തന്നെ ഞാൻ പോകാൻ പോകുന്ന കോഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്ന കോളേജസിനെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് ഞാനൊരു ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെ അല്ലെങ്കിൽ കോളേജസിൻ്റെ വെബ്സൈറ്റിൽ പോയി ആ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കുമായിരുന്നു. ഓക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നോക്കുമായിരുന്നു. എന്നിട്ട് ആ ഒരു കൈൻഡ് ഓഫ് സബ്ജക്ട്സ് ആണോ എനിക്ക് ആവശ്യമുള്ളത്, ഓക്കെ ഇതാണ് എൻ്റെ സംഭവം എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു കോളേജ് സെലക്ട് ചെയ്യുന്നതും അത് എനിക്കിഷ്ടമുള്ള ഒരു കോളേജിൽ തന്നെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ
ബാക്കിയുള്ള ആൾക്കാരുടെ എന്താണ് അഡ്വൈസ് കേട്ടിട്ട് ഒരു കോളേജ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോകാതെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ആ കോളേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവരുടെ ആ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് അയർലൻഡിലോട്ട് വരുന്ന സ്റ്റുഡൻസിന് ജോബ് കിട്ടാനുള്ള ടൈം ഫ്രെയിം എത്രയാണ്? ഓക്കെ, അത് ഇപ്പോഴും ലൈക്ക് ഈവൻ ബിഫോർ ലൈക്ക് 21-22 ടൈം കഴിഞ്ഞപ്പോൾ പോലും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ആക്ച്വലി. ലൈക്ക് ഭയങ്കര അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവം, വൊളറ്റൈൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് എ ജോബ് ഓർ വോണ്ട് ഗെറ്റ് എ ജോബ്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ജോബ് കിട്ടാനായിട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ജോബ് എന്ന് പറയുന്നത് നമുക്കത് കൂട്ടാം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടു എന്നതിൽ ഇപ്പോൾ ഈവൻ ഹൈ ഡിമാൻഡിങ് ജോബിൽ തന്നെ ജോബ് കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഈവൻ എൻ്റെ ബാച്ചിലായിട്ടാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചിലും അതിന് മുമ്പത്തുള്ള ബാച്ചിലൊക്കെ ഞാൻ കുറേ പേരിനെ കണ്ടിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. പിന്നെ അത് ഒരു ഫാക്ടറായിട്ട് വരാം. പിന്നെ നമ്മൾ ജോബ് ഹണ്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. എൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തോ ഭാഗ്യത്തിനെന്ന് വേണമെങ്കിലും പറയാം. ലൈക്ക് എൻ്റെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ആക്ച്വലി ഇൻ്റർവ്യൂ കോൾ വന്നിരുന്നു. ബേസിക്കലി ഒരു 2 months ഫ്രെയിമിൽ എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഭയങ്കര ലോങ് ഫ്രെയിമിൽ ലാസ്റ്റ് എൻഡിൽ കിട്ടിയ ആൾക്കാരുണ്ട്, കിട്ടാത്ത ആൾക്കാരുണ്ട്, കിട്ടാതെ റിട്ടേൺ നാട്ടിലോട്ടേക്ക് പോയേക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഒത്തിരി ആൾക്കാരനെ അറിയാം അങ്ങനെ. സോ അതാണ് സത്യം. അയർലൻഡിലോട്ട് വരുന്ന സമയത്തുള്ള മൈൻഡ് സെറ്റ് എന്തായിരുന്നു? ലൈക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നായിരുന്നോ? അയർലൻഡിൽ വന്നു കഴിഞ്ഞിട്ട് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് ആക്ച്വലി. ലൈക്ക് നമ്മൾ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ലൈക്ക് ഇപ്പോൾ ആ ഒരു സമയത്തല്ലാതെ നമ്മൾ എന്താണ് കുറേ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി ഇൻഡിപെൻഡൻ്റ് ആവും. കുറേ തോട്ട് പ്രോസസ്സ് കാര്യങ്ങൾ നമ്മുടെ എന്തായാലും ചേഞ്ച് ആവുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യണം അല്ലേ. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ ചെയ്യാനും എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഫുഡ് കാര്യങ്ങൾ നോക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ അത് കൈൻഡ് ഓഫ് ആദ്യം ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു. പിന്നെ അതെല്ലാനും ഓക്കെ ആയി. പിന്നെ എന്താ പറയുക, ലൈക്ക് കുറേയും കൂടി കാമായിട്ട് വേണമെങ്കിൽ പറയാം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ലൈക്ക് ഒരു ഹൈപ്പർ പോലത്തെ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഓക്കെ കുറച്ചും കൂടി പേഷ്യൻസ് വേണമെന്നൊക്കെ നമുക്ക് പഠിച്ചു. ബിക്കോസ് പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറേ ഇൻസിഡൻസ് നമ്മൾ കാണും ആക്ച്വലി. ആ ഇൻസിഡൻസിൽ ലൈക്ക് എന്താ നമ്മളെ തന്നെ താഴ്ത്തിയും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മാനേജേഴ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈം ജോബിൽ നമുക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടാവും. ഓക്കെ, എനിക്കും ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. കുറേ ബാഡ് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ഭയങ്കരമായിട്ട് തലയിൽ കയറ്റാൻ നിന്നിട്ടില്ല ആക്ച്വലി. ബിക്കോസ് ആ കോ വർക്കിംഗ് സ്പേസിലുള്ള കുറേ പൊളിറ്റിക്കൽ കളികളും കാര്യങ്ങളും അവിടേക്ക് ഉണ്ടാവും. നമ്മളെ കൊണ്ട് മുതലെടുക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ ആ സമയത്ത് ഞാൻ അതിന് പ്രതികരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ ഒരു നോയ്സ് ഉണ്ടാവും, ഒരു ഫ്രാക്ഷൻ, ഒരു സംഭവം അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ ഒരു ഇതായിരുന്നെങ്കിൽ ഞാൻ പൊട്ടിത്തെറിച്ചാണ്. പക്ഷേ ദ തിങ് ഈസ് എനിക്കറിയാം എൻ്റെ ലോങ് ടൈം ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്ത് അവിടെ നിൽക്കാനല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട്. ഓക്കെ, കുറേയും കൂടി കാമായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റി. അതെല്ലാം ഇവിടെ വന്നേക്കുന്ന കുറച്ച് ചേഞ്ചസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അയർലൻഡിൽ എഞ്ചിനീയറിംഗ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ടിപ്സ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ലൈക്ക് ഇവിടെ എഞ്ചിനീയറിങ്ങിന് വരുന്ന ആൾക്കാർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ദ തിങ് ഈസ് ലീഗാലിറ്റീസിനെ കുറിച്ചൊന്ന് എന്തായാലും എല്ലാവരും നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ലീഗാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വിസ സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങൾ അതൊരു പ്രൈം ഫാക്ടർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതെപ്പോഴും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ ജോബ് എന്ന് പറയുന്നത് അത് തിരിച്ചേക്കുന്നത് 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചു വെച്ചേക്കുന്നത്. ലൈക്ക് ക്രിട്ടിക്കൽ സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റും ഉണ്ട്, ജനറൽ സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റും ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ കുറേ കൈൻഡ് ഓഫ് ജോബ്സ് ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്നതാണ്. പക്ഷേ കുറേയൊക്കെ ജനറൽ ലിസ്റ്റിലായിരിക്കുള്ളൂ വരുന്നത്. അത് നിങ്ങൾ തന്നെ പോയിട്ട് ആ ഒരു ലിസ്റ്റിൽ നോക്കണം ആക്ച്വലി. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റിൽ ഓരോ പെർട്ടിക്കുലർ കോഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോഡിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ IT സെക്ടേഴ്സിൽ മോസ്റ്റ് ഓഫ് ദ ജോബ്സ് ക്രിട്ടിക്കൽ സ്കില്ലിലാണ് വരുന്നത്. പക്ഷേ അല്ലാത്തതും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സ്കില്ല് വരുന്നത് മാത്രമായിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു കമ്പനി ഇപ്പോൾ ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ
ആ ഒരു കമ്പനി നമുക്കൊരു ത്രഷോൾഡിൻ്റെ മേലെ ആയിരിക്കണം നമ്മുടെ സാലറി എന്നുള്ളൊരു സംഭവമുണ്ട്. ഈവൻ ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന കിട്ടുന്ന ജോലിയാണെങ്കിൽ 38,000 ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ജനറൽ എന്ന് പറയുമ്പോൾ 34K ആണ് വരുന്നത്. അപ്പോൾ അത് ആ ഒരു കമ്പനി ഡിപ്പെൻസ് ചെയ്തിരിക്കും. അത് പ്ലസ് എന്താ പറയുന്നത്, നമുക്ക് അവർ സ്പോൺസർ ചെയ്യാനും കൂടി തയ്യാറായിരിക്കണം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എല്ലാവരും ഒന്ന് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ജനറൽ ലിസ്റ്റ് ജോബിൽ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ലൈക്ക് അത് നമുക്കൊരു PR അല്ലെങ്കിൽ ഇതിലോട്ടേക്ക് കിട്ടാനായിട്ട് സ്റ്റാമ്പ് 4ലോട്ടേക്ക് കിട്ടാൻ 5 years ടൈം ഫ്രെയിമാണ് പിടിക്കുന്നത്. പക്ഷേ ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ 2 years മതി. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ജനറലിലുള്ള ഒരു ഇഷ്യൂ ലൈക്ക് ഭയങ്കര ഒരു ടൈറ്റ് ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ലിസ്റ്റിൽ വരുന്ന ഒരു സംഭവം ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും ആക്ച്വലി. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്പനി ജനറൽ ലിസ്റ്റിലോട്ടേക്ക് ഒരു ജോബിലോട്ടേക്ക് എടുക്കുന്നതിന് മുമ്പ് ആ ഒരു പെർട്ടിക്കുലർ ജോബ് കറൻറ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ അയർലൻഡിലായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു 28 days അത് അവർ ആ ജോബിന് അഡ്വർടൈസ് ചെയ്ത് ഇടണം എന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ഇവിടെ കറൻ്റ്ലി ഉള്ള സിറ്റിസൺസ് അല്ലെങ്കിൽ യൂറോപ്യൻസ് വിത്തൗട്ട് വിസ വേണ്ട ആൾക്കാർക്ക് ആദ്യം നോക്കിയിട്ട് അവർക്ക് ആ ജോബിൽ ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ ഇവർക്ക് ആക്ച്വലി ജനറലോട്ടേക്ക് കൊടുക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൈൻഡ് ഓഫ് ഒരു ടൈറ്റ് ഒരു സംഭവമുണ്ട്. പിന്നെ അറിയേണ്ട ഒരു സംഭവമാണ് 50-50 റൂളാണ്. അതെല്ലാവരും അറിയേണ്ട ഒരു സാധനമാണ് ആക്ച്വലി. അത് ഒത്തിരി പിള്ളേർക്ക് അത് ബേസിക്കലി അറിയത്തില്ല. 50-50 റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിലോട്ടേക്ക് ഒരാളിനെ എടുക്കണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ 50% ഓഫ് ആൾക്കാർ യൂറോപ്യൻ സിറ്റിസൺ ആവണം എന്നുള്ളൊരു റൂളുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ കമ്പനീസിലൊക്കെ ഓൾറെഡി ഫ്ലഡഡ് ആയതുകൊണ്ട് ആ ഒരു കൈൻഡ് ഓഫ് ഇത് കൊണ്ട് മാത്രം അവർക്ക് എടുക്കാൻ പറ്റാറില്ല. പിന്നെ അതിൽ കുറച്ച് വേവ് ഓഫ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം 2 years സ്പാനിൽ അടിയിലുള്ള മേ ബി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീസിലൊക്കെ ആയിരിക്കുള്ളൂ പിന്നെ ഒരു ചാൻസസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടി നോക്കണം. അതൊരു വലിയ ഫാക്ടറാണ് നമുക്കൊരു ജോബ് കിട്ടാനായിട്ടുള്ളത്. ബിക്കോസ് ആ ഒരു കമ്പനിയിൽ 50% ഓഫ് ആൾക്കാർ യൂറോപ്യൻസ് ഇല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് ലീഗലി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് എല്ലാം ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഇങ്ങനെ പഠിക്കാൻ വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് മനസ്സിൽ എന്തായാലും വെക്കണം. പിന്നെ മാക്സിമം അപ്സ്കില്ല് ചെയ്യുക. സർട്ടിഫിക്കേഷൻസ് എടുക്കാനായിട്ട് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻസ് എല്ലാവരും പക്കയായിട്ട് എടുക്കുക. പിന്നെ നിങ്ങളുടെ സ്റ്റഡീസ് പക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. അതാണ് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അത് ചുമ്മാ ഒരു തമാശക്ക് എന്തോ ഒരു കോഴ്സ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ വരാതെ അത് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊജക്ട്സ് വർക്കായിട്ടുണ്ടെങ്കിലും എന്ത് വർക്കായിട്ടുണ്ടെങ്കിലും അതെല്ലാം പക്ക നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക വിത്തൗട്ട് എനി ഹെൽപ്പ് എന്നുള്ള രീതി. അതല്ലാതെ നിങ്ങളുടെ ഒരു റെസ്യൂമെ ബിൽഡ് ചെയ്യുമ്പോഴും ഒരു ജോബ് ഹണ്ടിങ്ങിലും ഒരു ഇൻ്റർവ്യൂ പെർഫോമൻസിനാണെങ്കിലും അത് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് എനിക്കത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് വേറെ സർട്ടിഫിക്കേഷൻസ് എടുക്കാനും ഇതിൻ്റെ ടൈം ഫ്രെയിമിൽ കിട്ടത്തില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലാകെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ പ്രൊജക്ട്സ് വർക്ക് എല്ലാവരും പക്കയാക്കി അത് യൂസ് ചെയ്തു. അപ്പോൾ അതും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ എന്തായാലും മാക്സിമം നോക്കാം. ഓക്കെ, Thank you so much, Harishankar, for such a motivational and inspirational talk with us. And of course, I'm pretty sure that it's going to be a motivation for the students who is in Ireland and also the students who are planning to come to Ireland as well. So thank you so much. And it's me, Alina, and signing off from FrameX Studios on F Talks. Bye.